ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗെയിം പ്ലേ ഒക്കെ ഭയങ്കര ഡിഫറൻസാണ്. അത്യാവശ്യം നോർമലായിട്ടുള്ള ഗെയിം പ്ലാനാണ്. കളക്റ്റീവ് സ്ട്രെങ്ത് വളരെ കുറവാണ്. ഓക്കെ, 3000 ബിലോനെക്കാട്ട് കൂടുതലാണ് ബിലോയാണ് കളക്റ്റീവ് സ്ട്രെങ്ത്. അപ്പോൾ കളി തുടങ്ങി. സെർജിയോ റാമോസ് വീണ്ടും നമ്മുടെ സന്ദേശം എങ്ങനെ തൊട്ടോക്ക് ഫസ്റ്റ് ഹാഫ് ധൈര്യമായിട്ട് ആൾ നോക്കിക്കൊള്ളു. ഫസ്റ്റ് ഹാഫല്ല, ഫുള്ള് ധൈര്യമായിട്ട് ആൾ നോക്കിക്കൊള്ളു. ഒരു പേടിയും പേടിക്കണ്ട. അൽവാറോ ഇത് നല്ല ടൈറ്റ് കോമ്പറ്റീഷനായിരുന്നു. അവനും പട്ടയ്ക്ക് ഡിഫെൻഡ് ചെയ്യാം, ഞാനും പട്ടയ്ക്ക് ഡിഫെൻഡ് ചെയ്യാം. നമ്മുടെ ഗോൾ കീപ്പറാണെങ്കിൽ കുഴപ്പമില്ലാത്ത രണ്ട് സൈഡിൽ നിന്നും നല്ല തടയുക. അൻസു സന്ദേശിക്കാൻ കുഴപ്പമില്ലാണ്ട് ലൈക്ക് സ്പീഡിൽ വരുന്ന ബോളൊക്കെ കുഴപ്പമില്ലാണ്ട് തടയുന്നുണ്ട്. പിന്നെ മെസ്സി ഷൂട്ട് അടിച്ച് അത് ബ്ലോക്ക് ചെയ്തു. നല്ല ടഫ് ബ്ലോക്കറാണ്. ഇങ്ങനത്തെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഗോൾ കീപ്പർ ഇങ്ങോട്ട് വലിക്കുക. ലൈക്ക് സഡൻ ഫാസ്റ്റ് ആയിരിക്കണം. ലാഗായി കഴിഞ്ഞാൽ ആൾ ഗോൾ അടിക്കും. അവൻ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് നമ്മൾ ഗോൾ കീപ്പറെ മുന്നിലേക്ക് ചാടിപ്പിക്കണം. അപ്പോൾ ഒരു ഇതൊക്കെ തടയാൻ പറ്റും. ബോൾ ഔട്ട് ഓഫ് കൺട്രോളായി. നമ്മൾ നല്ലോണം പ്രഷർ ചെയ്യുക, അപ്ലൈ ചെയ്യുക. മാച്ചപ്പ് നോക്കി നമ്മൾ ഓപ്പോസിറ്റ് പ്ലെയേഴ്സിന് ഭയങ്കര ടഫാണെന്നുള്ള രീതിയിൽ അവരെ തോന്നിപ്പിക്കുക. അപ്പോൾ അവർ തന്നെ ഔട്ട് ഓഫ് കൺട്രോൾ സെറ്റിങ്സ് അല്ലെങ്കിൽ അവർക്ക് ഫെഡപ്പ് ആവും ഡിഫെൻഡ് ചെയ്യും. അൽവാറോ നിങ്ങളിടാം. അൽവാറോ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് റണ്ണെടുക്കുന്നുണ്ട്. സോളോ റണ്ണാണ് ആളെടുക്കുന്നത്. കുഴപ്പമില്ലാണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ലൈമറ നല്ലോണം ഇടാം, നല്ലോണം യൂസ് ചെയ്യുക. ലൈമർ CMFൽ നല്ലോണം ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ ടൈം സേവ് ചെയ്യാൻ മാക്സിമം ആവശ്യമില്ലാത്തൊക്കെ കട്ട് ചെയ്തിട്ട് നല്ലത് മാത്രം ഇടാൻ ശ്രമിക്കാം. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരുവിധം ഡിഫൻഡേഴ്സിനെ സമ്പർക്കാൻ നോക്കുക. ജോർദി ആൽബ നല്ലോണം മാർക്ക് ചെയ്യുന്നുണ്ട്. ധൈര്യമായിട്ട് വരാം. എൻ്റെ ഒരു റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജോർദി ആൽബയ്ക്ക് 4 ഔട്ട് ഓഫ് 5 ആണ്. സന്ദേശിക്കാൻ അപ്പോൾ ഇൻ്റർവെല്ലായി. അതായത് ബെക്കംബറ് സെക്കൻഡ് ഹാഫ് തൊട്ട് ഇട്ട് തുടങ്ങണം. അപ്പോൾ ഒരുവിധം ആൾ അൾട്രാ ഡിഫെൻഡിങ് ആയിരിക്കും. നമ്മൾ ഒന്നല്ലെങ്കിൽ ഡ്രോ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ജയിക്കും. അത് ഞാൻ കണ്ടറിഞ്ഞ കേട്ടോ. ഇത് സ്റ്റാർട്ടിങ് ഇടുമ്പോഴേ നമ്മുടെ സ്റ്റാമിന തീരും ലാസ്റ്റ് വരെ കളിച്ചാലേ. അപ്പോൾ മാക്സിമം ബെക്കംബറൊക്കെ രണ്ടാമത്തെ ഹാഫിൽ സ്റ്റാർട്ടിങ്ങിൽ ഇടാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. കാരണം ഞാൻ ചെയ്യുന്ന എഫേർട്ടിന് നിങ്ങളെനിക്ക് സമ്മാനം തരാണെങ്കിൽ അത്രയും സന്തോഷമാണ്. നെയ്മറിൻ്റെ ഒരു ലോങ് റേഞ്ച് പോയി അതും തടഞ്ഞു. അത്യാവശ്യം ഡിഫെൻഡിങ് അറിയാവുന്നതാണ്. കോർണർ എടുക്കുമ്പോൾ നിങ്ങൾ ഡാഷ് പ്രസ് ചെയ്യാൻ മാക്സിമം ത്രൂ നീക്കി. അത് കഴിഞ്ഞ് അപ്പൻ്റെ ഡാഷ് പ്രസ് ചെയ്യുക. ഡാഷും ജോയ്സ്റ്റിക്കാണ് നമ്മുടെ കളി. മെസ്സി എടുക്കുന്നു, അതും തടഞ്ഞു. നമ്മൾ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് ഒരുവിധം മെസ്സിനെ മാറ്റിക്കുക. 45 മിനിറ്റ്സിലുള്ള ഡ്യൂറേഷന് ആൾക്ക് പറ്റുള്ളൂ. അത്യാവശ്യം ബോൾ എടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ലോങ് പാസൊക്കെ ക്രോസ് ഇടുമ്പോൾ മാക്സിമം നമ്മൾ ടാക്കിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ എങ്ങനെയൊക്കെ അടിച്ച് കളയും. അപ്പോൾ ഇതൊക്കെയാണ് അവൻ്റെ ഗെയിം പ്ലാൻ. ഹാളൻഡാണ് അവൻ മുന്നിലേക്ക് ഇട്ടേക്കുന്നത്. പക്ഷേ ഹാളൻഡിനൊന്നും പറ്റിയില്ല ജയിക്കാൻ.
ലിയോണൽ മെസ്സി, നെയ്മർ എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു എപ്പിക്കാർഡ് ശരിക്കും വേസ്റ്റാണ് ഈ ഫുട്ബോളിന്. അവർ അപ്ഡേഷൻ ചെയ്യുമ്പോൾ ഭാവിയിൽ മാറ്റം വരുത്തുമായിരിക്കും. നെയ്മർ ശരിക്കും ത്രൂവും പാസൊന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് എങ്ങടൊക്കെ ഓടാ, ചിലപ്പോൾ എങ്ങാനും സ്കോർ ചെയ്യും, അത്രേ ഉള്ളൂ. എപ്പിക്കാർഡാണ് കേട്ടോ. അൽവാറോ മാർക്ക് ചെയ്യണതുകൊണ്ട് നല്ല ത്രൂവും കൊടുക്കുന്നുണ്ട്. അൽവാറോ RMF ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം പേർക്ക് ഗുണം ചെയ്യും. വലിയ എപ്പിക്കാർഡ്സ് ഒന്നും വേണമെന്നില്ല ജയിക്കാനായിട്ട്. ബ്രൂണോ ഫെർണാണ്ടസ് സാധാരണ നല്ല ത്രൂ ഇടാറുള്ളതാണ്, പക്ഷേ ഈ പ്രാവശ്യം ഫെയിലായിപ്പോയി. ബക്കംബറിൻ്റെ കയ്യിൽ നിന്ന് പോയി അത്, എന്നെങ്ങനെ ക്യാഷാനത് തടഞ്ഞു. ബ്രൂണോ ഫെർണാണ്ടസ് വീണ്ടും നമ്മുടെ നെയ്മർ ലൈക്ക് സ്റ്റാമിന കുറവാണ് ആൾക്ക്. നെയ്മറിൻ്റെ സോളോ റണ്ണ് നല്ലൊരു ത്രൂ പാസ് ആയിരുന്നു. പക്ഷേ മെസ്സി അവിടെ എന്താ കാണിച്ചു കൂട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം മെസ്സി അവിടെ ഇരുന്ന് പോയി. ലാസ്റ്റ് കാണാം എന്താണ് ഉണ്ടായെന്ന്. ആൾക്കും പെടുത്തില്ല, എനിക്കും പെടുത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് കളികൾ. അപ്പോൾ ഗെയിം പ്ലാൻ നമ്മൾ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക. അത്യാവശ്യം വേണ്ട ടിപ്സൊക്കെ പറഞ്ഞുതരാം. എൻ്റെ കളക്റ്റീവ് സ്ട്രെങ്ത് വളരെ കുറവാണ്, പക്ഷേ ഞാൻ